ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 റിലീസായ മർഡർബാത്ത് എന്ന ബോളിവുഡ് സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു വ്യത്യസ്തവും നിലവാരവുമുള്ള ക്രൈം ത്രില്ലർ സിനിമയാണ്. ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ശൈലി എന്ന പെൺകുട്ടി പേഴ്സണൽ ഡിപ്രഷൻ കാരണം ടൂർ പോകാമെന്ന് കരുതി ഒരു ഗ്രൂപ്പിനൊപ്പം ഗ്രൂപ്പ് ടൂറിന് വന്നിരിക്കുകയാണ്. എല്ലാവരും ചേർന്നൊരു ഹോട്ടലിൽ താമസിക്കുന്നു. ടൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടങ്ങാനായി ബസ്സിൽ കയറുന്നു. ഈ ശൈലി എന്ന പെൺകുട്ടി മാത്രം വന്നില്ല. കുറേ നേരം കാത്തു നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് ശൈലി എന്ന പെൺകുട്ടിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാകുന്നുവെന്ന്. പോലീസുകാർ ഇതൊരു മിസ്സിംഗ് കേസായി എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. എന്നാൽ പിന്നീട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സാധാരണ മിസ്സിംഗ് കേസ് അല്ല എന്ന്. ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരുന്ന പല ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് ഈ സിനിമയുടെ മൊത്തം കഥ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. ഈ കഥ ജയ്പൂരിൽ നടക്കുന്നതായാണ് നമ്മളെ കാണിക്കുന്നത്. മസൂദ് എന്നൊരു വ്യക്തി ജീവനും കൊണ്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടകൾ അയാളെ അതിവേഗം പിന്തുടരുകയാണ്. ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തത്, എന്തിനാണ് ഇവർ പിന്തുടരുന്നത് എന്ന ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്കറിയില്ല. ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് കരുതി ഇടവഴികളിലൂടെ എല്ലാം ഓടുകയാണ്. അവിടെ ഒരു മിനി ഡോർ നിർത്തിയിട്ടിരിക്കുന്നു. ആ വണ്ടിയിൽ ചാക്കുകൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാക്കുകൾക്കിടയിൽ ഇപ്പോൾ പോയി ഒളിക്കുന്നുണ്ട്. ആ മിനി ഡോർ ഡ്രൈവറോട് പോയിട്ട് ഇവിടെ ആരെങ്കിലും ഓടി വരുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അറിയില്ല എന്ന് പറയുന്നു. ആ മിനി ഡോർ ഡ്രൈവറുടെ പേര് ജയേഷ് എന്നാണ്. ഞാൻ ജയ് എന്ന് വിളിക്കാം. സത്യത്തിൽ ജയ് ഇയാൾ ഒളിച്ചത് കണ്ടിരുന്നു. അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് രക്ഷിച്ചത്. ആ സ്ഥലം വിട്ട് ഒരുപാട് ദൂരെ യാത്ര ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. അപ്പോൾ ജയ് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, അവരെന്തിനാണ് നിങ്ങളെ തുരത്തിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുന്നു. അതിന് മസൂദ് പറയുന്നു, സത്യത്തിൽ ആ നാട്ടിലെ ഒരു വലിയ ഡോണിന്റെ പെങ്ങളെ ഇയാൾ സൈറ്റ് അടിച്ചിരുന്നു. ഇതറിഞ്ഞ ആ ഡോൺ ആളുകളെ വിട്ട് ഇയാളെ തീർക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് അവർ എന്നെ തുരത്തി വന്നത് എന്ന് പറയുന്നു. ഓ, അയാൾ അത്ര വലിയ ആളാണോ എന്ന് ജയ് ചോദിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ലേ, നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ജയ് പറയുന്നത് താൻ ഒരു ബംഗാളിയാണെന്ന്. ഇതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ മിനി ഡോറിൽ ലോഡ് കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്നു. പക്ഷേ ഈ ജോലിയിൽ ഇയാൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് ജയ് മസൂദിനോട് എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. എന്ത് സഹായം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല, വേറൊരു ജോലി വാങ്ങി തരാമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, ഞാനൊരു ട്രാവൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ട്രാവൽ കമ്പനിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഗൈഡിനെ എൻ്റെ ഓണർ തിരയുന്നുണ്ട്. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അറിയാമെന്ന് ജയ്യും പറയുന്നുണ്ട്. ശരി, ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്താം, ഉറപ്പായി നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അയാളുടെ ഓഫീസിലേക്ക് ജയ്യെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മസൂദിന്റെ ഓണറുടെ അടുത്ത് ജയ്യെ പരിചയപ്പെടുത്തുന്നു. ഓണർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. നീ ഏത് നാട്ടുകാരനാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയാൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. അപ്പോഴാണ് ഇയാൾക്ക് ബംഗാളിയും അറിയാമെന്ന് കേട്ട് അദ്ദേഹം ഇംപ്രസ് ആവുന്നത്. നിനക്ക് ജോലി ഉറപ്പിച്ചു, വെൽക്കം ടു ജയ്പൂർ എന്ന് പറഞ്ഞ് നാളെ മുതൽ ജോലിക്ക് കയറിക്കോളൂ എന്ന് പറയുന്നു. ബേസിക്കായി മൾട്ടിപ്പിൾ ലാംഗ്വേജ് ജയ്ക്ക് അറിയാവുന്നതുകൊണ്ട് എളുപ്പത്തിൽ ജോലി കിട്ടി. ജയ്യും മസൂദും ചേർന്ന് ഈ ടൂറിസ്റ്റ് കമ്പനിക്ക് കീഴിൽ ടൂറിസ്റ്റ് ഗൈഡുകളായി ജോലി ചെയ്യാൻ പോകുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ മസൂദ് ഒരു ചെറിയ ചായക്കടയിലേക്ക് ജയ്യെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതൊരു ചെറിയ ചായക്കടയാണ്, പക്ഷേ ചായ നല്ല ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ആ ചായക്കടക്കാരനെ പരിചയപ്പെടുത്തുന്നു. ജയ്യും ആ ചായക്കടക്കാരനോട് പരിചയപ്പെടുന്നുണ്ട്. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനി ഓണറുടെ കയ്യിൽ നിന്ന് മസൂദിന് കോൾ വരുന്നുണ്ട്. നാളെ ഒരു ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്. ആ ഗ്രൂപ്പിന് നീയാണ് ഡ്രൈവർ ആകാൻ പോകുന്നത്. നിന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നില്ലേ ജയ്, അവനാണ് ഗൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് മസൂദ് അടുത്ത ദിവസം ആ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുന്നു. പലതരത്തിലുള്ള ആളുകൾ ഒത്തുകൂടി ഗ്രൂപ്പ് ടൂറിന് വന്നിരിക്കുകയാണ്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 ആളുകളുണ്ട്. ഒരു പെൺകുട്ടിയുടെ പേര് ഇസബെല്ല, മറ്റൊരു പെൺകുട്ടിയുടെ പേര് ശൈലി. അടുത്ത 7 ദിവസത്തേക്ക് ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ടൂറിസ്റ്റ് ഗൈഡ് ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന രീതിയിൽ നമ്മുടെ ജയ് അവരോട് എല്ലാവരോടും സംസാരിക്കുന്നു. ഇതാണ് ജയുടെ ഫസ്റ്റ് ഡേ ടൂറിസ്റ്റ് ഗൈഡായിട്ട്. മസൂദ് കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും ടെൻഷനില്ലാതെ ഹാപ്പിയായി ഈ ടൂറിസ്റ്റ് ഗൈഡ് ജോലി ചെയ്യുന്നു. ഈ ഗസ്റ്റുകളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി നാട് ചുറ്റി കാണിക്കുന്നു. പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. വന്ന ഗസ്റ്റുകളെല്ലാം ജയ്യെ കണ്ട് വളരെ ഇംപ്രസ്ഡ് ആവുന്നു. ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ വെറുതെ എക്സ്പ്ലനേഷനിൽ നിർത്തും. എന്നാൽ ഇയാൾ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഞങ്ങളെല്ലാവരും എന്റർടൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ ട്രിപ്പ് പൂർത്തിയായി ഗസ്റ്റുകളെല്ലാം താമസിക്കേണ്ട ഹോട്ടലിലേക്ക് അവരെല്ലാവരും സേഫായി ഇവർ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഇസബെല്ല എന്ന പെൺകുട്ടി മാത്രം ജയുടെ അടുത്ത് വന്ന് ഇന്ന് ആഫ്റ്റർനൂൺ വളരെ നന്നായിരുന്നു, ഒരു ടൂറിസ്റ്റ് ഗൈഡായി മാത്രമല്ല ഞങ്ങൾ എല്ലാവരെയും നന്നായി എന്റർടൈൻ ചെയ്തു എന്ന് പറയുന്നു. വളരെ നന്ദി എന്ന് ജയ് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് ഇസബെല്ല അകത്തേക്ക് പോകുന്നു. ആ പെൺകുട്ടി വന്ന് സംസാരിച്ച് പോയത് കണ്ട് മസൂദ് കളിയാക്കുന്നുണ്ട്. ഇസബെല്ല ആ ഹോട്ടലിനുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ശൈലിയെ കാണുന്നു. പരസ്പരം സംസാരിച്ച് ഇവർ രണ്ടുപേരും ഇൻട്രോ ആകുന്നു. അപ്പോൾ ശൈലി പറയുന്നുണ്ട്, എൻ്റെ റൂമിലേക്ക് വാ, ഡ്രിങ്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാം എന്ന് പറയുന്നു.
ശരിയെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നടക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ശൈലിയുടെ റൂമിന് വെളിയിൽ ഒരു വയസ്സായ ആൾ ഡോർ തുറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് ഇവർ ശ്രദ്ധിക്കുന്നു. അവന് സഹായം വേണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് അടുത്ത് പോയിട്ട്, നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ റൂമാണ്, നിങ്ങളുടെ കീ തരൂ എന്ന് പറഞ്ഞ് കീ വാങ്ങി നോക്കിയിട്ട് നിങ്ങളുടെ റൂം അതാ അവിടെയാണ് എന്ന് പറയുന്നു. ഉടനെ ആ വയസ്സായ ആൾ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ശൈലിയും ഇസബെല്ലയും റൂമിനുള്ളിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ജെയും മസൂദും ഗസ്റ്റുകളെല്ലാം വരും. ഇന്നത്തെ ട്രിപ്പിന് പോകാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മസൂദ് ചോദിക്കുന്നുണ്ട്, നീയും ഈ നാട്ടിൽ പുതിയതല്ലേ, ഇവിടെയുള്ള പഴയ കോട്ടകളെ കുറിച്ചെല്ലാം എങ്ങനെ അറിയും, എങ്ങനെ ഗൈഡ് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, അതിനല്ല ഇന്റർനെറ്റ്. ഇന്ന് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തിന്റെ ഹിസ്റ്ററി മുഴുവൻ ഇന്റർനെറ്റിൽ നോക്കി വെക്കും, എന്നിട്ട് ഗൈഡ് ചെയ്യും എന്ന് പറയുന്നു. ഈ മസൂദ് ആകട്ടെ ശൈലിയെ നോക്കി ലൈറ്റായി സൈറ്റ് അടിക്കുന്നുണ്ട്. ഈ മസൂദിന് ശൈലിയോട് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ പഴയ ഒരു കോട്ടയിലേക്ക് പോകുന്നു. ആ കോട്ടയുടെ ഹിസ്റ്ററിയെ കുറിച്ചെല്ലാം ഗസ്റ്റുകളോട് നമ്മുടെ ഹീറോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റുകളോടെല്ലാം ചുറ്റി കാണാൻ പറഞ്ഞിട്ട് ആ കോട്ടയുടെ മുകളിൽ നമ്മുടെ ജയ് നിന്നുകൊണ്ടിരിക്കും. അവിടേക്ക് വന്ന ഇസബെല്ല നമ്മുടെ ജെയ്യോട് സംസാരിക്കാൻ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഇസബെല്ല പറയുന്നത്, ഞാൻ ലണ്ടനിലാണ് ജീവിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ജനിച്ച പെൺകുട്ടിയാണ്, എനിക്ക് ഹിന്ദി അറിയാം എന്ന് ഇസബെല്ല പറയുന്നു. ശരി മാഡം, ലഞ്ച് കഴിക്കാൻ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ മാഡം ഒന്നൊന്നും വിളിക്കേണ്ട, ഇഷ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ഇയാളും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ലണ്ടനിലാണ് ജീവിക്കുന്നത്, എനിക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല, അതുകൊണ്ട് ഓർമ്മകൾ ശേഖരിക്കാനാണ് ഇന്ത്യയിലേക്ക് ടൂർ വന്നത് എന്ന് പറയുന്നു. അപ്പോഴോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യ എന്റേതും കൂടിയാണ് എന്ന് ഇസബെല്ല പറയുന്നു. ഒരു നല്ല കമ്പനി കിട്ടിയാൽ ഇന്ത്യ മുഴുവനും ചുറ്റി കാണാം എന്ന് പറയുന്നു. അപ്പോഴോ നിങ്ങൾക്ക് കമ്പനി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല ഒന്ന് ചിരിക്കുന്നുണ്ട്. നാളെ രാവിലെ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്ന് ചോദിക്കുമ്പോൾ, ഒരു 8 മണിക്ക് എഴുന്നേൽക്കും എന്ന് ഇസബെല്ല പറയുന്നു. നാളെ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, റെഡി ആയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് ജയ് പോവാണ്. പറഞ്ഞതുപോലെ ഇസബെല്ല അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയാവുന്നു. ജയ് 2 സൈക്കിളുമായി വരുന്നു. ഈ സൈക്കിളിൽ ഈ ഏരിയ ഒക്കെ ചുറ്റാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചേർന്ന് ജോളിയായി ട്രാവൽ ചെയ്യാൻ ആരംഭിക്കുന്നു. മസൂദ് ജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആ ചായക്കടക്കാരനില്ലേ, ആ ചായക്കടക്കാരന്റെ അടുത്തേക്ക് നമ്മുടെ ഇസബെല്ലയെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ചായ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ ചായക്കടക്കാരൻ അപ്പൂപ്പനെ ഇസബെല്ലയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ലോക്കലിൽ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്, ഉടൻ തന്നെ വലിയ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും സാധിക്കും എന്ന് ഇസബെല്ല പറയുന്നുണ്ട്. അതിനുശേഷം രാത്രി ആ ഹോട്ടലിൽ പാർട്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജയ്യും മസൂദും വെള്ളത്തിൽ കാലിട്ടിരിക്കുകയാണ്. അപ്പോൾ മസൂദ്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ജയ് പറയുന്നുണ്ട്, എനിക്കത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, കാരണം ഇസബെല്ല എൻ്റെ ടൈപ്പ് അല്ല എന്ന് പറയുമ്പോൾ, എന്താടാ ടൈപ്പ് മറ്റൊക്കെ പറയുന്നത്, എൻ്റെ കാര്യം നോക്ക്, എനിക്ക് ശൈലിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. രാവിലെ മുതൽ അവളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറയാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ചാൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. എന്താടാ പറയുന്നതെന്ന് ജയ് മസൂദിനെ നോക്കുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു ടേബിളിൽ ഇസബെല്ലയും ശൈലിയും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശൈലി തൻ്റെ കഥ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നത്. ശൈലി യാസ് എന്നൊരു സിംഗറെ പ്രണയിച്ചിരുന്നു. ഇവർ രണ്ടുപേരുടെയും പ്രണയം നന്നായി പോയിക്കൊണ്ടിരുന്നു. സന എന്നൊരു പെൺകുട്ടി ഇവർക്കിടയിലേക്ക് വരുന്നത് വരെ. സന എന്ന പെൺകുട്ടി അവന്റെ ലൈഫിലേക്ക് വന്നതോടെ ഞങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ തുടങ്ങി. ദേഷ്യമെന്ന് ഞാൻ ആ സനയെ അടിച്ചു. അതിൽ ദേഷ്യമെന്ന യാസ് എന്നെ ഉപേക്ഷിച്ചു. ആകെ മനസ്സ് തകർന്ന് ഡിപ്രഷനിലായതുകൊണ്ടാണ് ഫ്രീ ആയിരിക്കാമെന്ന് കരുതി ഈ ട്രിപ്പിന് വന്നതെന്നാണ് ശൈലി പറയുന്നത്. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വഴിക്ക് നമ്മുടെ ജയ് ക്രോസ് ചെയ്യുന്നു. ജയ്, മസൂദ് നിങ്ങളും വാ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവർ 4 പേരും ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ മസൂദ് ശൈലി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാനും നന്നായി പാട്ട് പാടും എന്ന് പറയുന്നു. നാട്ടിൽ പഞ്ചായത്തിൽ വെച്ച് പാട്ടുകൾ പാടുമ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും ഇയാളെ ഭയങ്കര ഇഷ്ടമാകും അത്രേ. പെൺകുട്ടികളെല്ലാം വീണു പോകും, അത്രയ്ക്ക് നന്നായി പാടും അത്രേ. നീ എങ്ങനെ പാട്ട് പഠിച്ചു, അച്ഛൻ്റെ അടുത്ത് നിന്നാണോ എന്ന് ശൈലി ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ സാഹചര്യങ്ങൾ കാരണം ഞാൻ ഡ്രൈവറായി, പക്ഷെ എനിക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രൊമോഷൻ കിട്ടി ഈ ട്രാവൽ കമ്പനിയുടെ മാനേജർ ആകാൻ പോവുകയാണ്. സത്യത്തിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ടിരുന്ന ഡ്രൈവർ സ്ട്രൈക്കിന് പോയി. അപ്പോൾ ഫോറിനേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സേഫ് ആയി പോയി വരണം എന്നതിനാലാണ് എന്നെ ഡ്രൈവറായി അസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് ഇയാൾ പറയുന്നു. ഞാനും ഒരു റെസ്പെക്റ്റഡ് ആയ ആളാണെന്ന് പറഞ്ഞ് വീണ്ടും ഇയാൾ റെസ്പെക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ശൈലി, കാം ഡൗൺ മിസ്റ്റർ, മാനേജറിൽ നിന്ന് ഡ്രൈവറായി മാറിയ മസൂദ് അവർകളെ എന്ന് പറയുന്നു. മസൂദിന്റെ മുഖം മാറുന്നു. റെസ്പെക്ട് ഓട്ടോമാറ്റിക് ആയി വരേണ്ടതാണ്, ഒരാളുടെ അടുത്ത് പോയി കെഞ്ചി കൂത്താടി അത് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു. മസൂദിന് ആകെ നാണക്കേടാവുന്നു. ശൈലി മസൂദിനെ കളിയാക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഇയാൾ വീണ്ടും ശൈലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശൈലി മാഡം, നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, അതും പ്രൈവറ്റായി പാടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ പാടുന്ന പാട്ട് കേൾക്കാമോ എന്ന് ചോദിക്കുന്നു. ശൈലി ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് ജയ് കണ്ട് മനസ്സിലാക്കുന്നു. ഇവൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയുന്നു. അല്ലടാ, ഞാൻ പാടി കേൾപ്പിച്ചാൽ അവൾ ഉറപ്പായി ഇംപ്രസ് ആവും എന്ന് പറയുന്നു. കുറച്ച് അടങ്ങി വാട എന്ന് പറഞ്ഞ് നമ്മുടെ മസൂദിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഓൾറെഡി ഈ ശൈലി ഡിപ്രഷനിലാണ് ടൂറിന് വന്നിരിക്കുന്നത്. ഇവൻ വേറെ പാട്ട് പാടാമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുവാണല്ലോ എന്ന് ശൈലി ആലോചിച്ചിരിക്കുന്നു. ആ സമയം നോക്കി ഇസബെല്ലയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഞാൻ ഫോൺ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോവാണ്. തുടക്കത്തിൽ ഒരു വയസ്സായ ആളെ കണ്ടില്ലേ, റൂം ഡോർ തുറക്കാൻ പറ്റാതെ നിന്ന ആൾ, അയാൾ വന്ന് ശൈലിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു.
അപ്പോഴേ നിങ്ങളുടെ പേര് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു. ഇവർ ശൈലി എന്ന് പറയുന്നു. എൻ്റെ പേര് യാസ് എന്നാണ് എന്ന് പറയുന്നു. യാസോ എന്നിവർ ഷോക്കാവുന്നു. അതെ, യാസ് ജലാൻ. നിങ്ങളുടെ റൂമിന്റെ അടുത്ത റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ആകാമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, താല്പര്യമില്ല എന്ന് ശൈലി പറയുന്നു. എന്താ എന്ന് ചോദിക്കുമ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നു. ആ ആൾ ശല്യം തുടരുന്നു. ശൈലി അയാളുടെ മുഖത്ത് ഒരു അടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ശൈലി നന്നായി കുടിച്ച് ഫുൾ ബോധമില്ലാതെ റൂമിലേക്ക് പോകാമെന്ന് കരുതി തട്ടി തടഞ്ഞ് റൂമിന്റെ അടുത്ത് എത്തുന്നു. റൂം ഡോർ തുറന്ന് അകത്ത് കയറുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഈ വയസ്സായ ആൾ അവിടേക്ക് വരുന്നു. ശൈലിയുടെ റൂമിന് വെളിയിൽ നിന്ന് മോശമായ ആംഗ്യങ്ങൾ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇന്ന് രാത്രി ജയ് ഇതേ ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞ് നമ്മുടെ ഇസബെല്ല ഒരു വൈൻ ബോട്ടിലുമായി ജയ്യെ കാണാൻ വരുന്നു. റൂമിനുള്ളിൽ കയറി ജയ്യുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിക്കുന്നു. ജയ് വൈൻ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇസബെല്ല ജയ്യുടെ വായിലേക്ക് വൈൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇസബെല്ലയ്ക്ക് ജയ്യെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഭയങ്കരമായി ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി ഇവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഏർപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം ജയ് ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ പുറത്തു പോകാനായി ഗസ്റ്റുകളെല്ലാം ബസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇയാളുടെ കയ്യിൽ രജിസ്റ്റർ ഉണ്ട്. എല്ലാ ഗസ്റ്റുകളും വന്നോ എന്ന് ചെക്ക് ചെയ്യാൻ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ശൈലി മാത്രം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ബസ് ഡ്രൈവറായ മസൂദിനോട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ, ശൈലി വന്നിട്ടില്ല എന്ന് പറയുന്നു. ശരിയെന്ന് മസൂദ് സമ്മതിക്കുന്നുണ്ട്. മസൂദ് വിയർത്തൊഴുകുന്നുണ്ട്. അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പതർച്ച കാണുന്നു. അതിനുശേഷം ഇസബെല്ലയോട് നിങ്ങളുടെ ഫ്രണ്ട് ശൈലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ രാവിലെ മുതൽ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോളോ അവൾ മാത്രം വന്നില്ലല്ലോ എന്ന് പറയുന്നു. ശരി, വാ റൂമിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയ്യും ഇസബെല്ലയും നേരെ ശൈലി താമസിച്ചിരുന്ന ആ റൂമിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ പോയി നോക്കിയാൽ റൂം ലോക്കാണ്. റിസപ്ഷനിൽ പോയി അന്വേഷിക്കുക എന്ന് കരുതി ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോൾ ഒരു അങ്കിളിനെയും ആന്റിയെയും ഇസബെല്ല കാണുന്നു. ആ അങ്കിളും ആന്റിയും ഇസബെല്ലയ്ക്ക് പരിചയമുള്ളവരാണ്. നീ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ ബൈക്കിലൊന്നും പോരുത് മോളെ, വീട്ടിൽ കാറുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കാർ എടുത്തോ എന്ന് പറയുന്നു. ശരി അങ്കിൾ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് ഉടൻ റിസപ്ഷനിലേക്ക് പോകുന്നു. റിസപ്ഷനിൽ പോയി അന്വേഷിക്കുമ്പോൾ ഹോട്ടൽ മാനേജർ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ജയ് ഇസബെല്ലയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന്. കളിയാക്കല്ലേ എന്ന് ഇസബെല്ല പറയുന്നു. സത്യത്തിൽ ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നല്ലോ. ഇപ്പോൾ ഹോട്ടൽ മാനേജർ വന്നു. അദ്ദേഹത്തോട് ശൈലിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ അറിയുന്നത്. ശൈലിയുടെ റൂം ഡോർ ലോക്ക് ചെയ്ത ശേഷം അവരുടെ മാസ്റ്റർ കീ ഈ ഹോട്ടലിന്റെ പിൻഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ശൈലി ആ റൂമിനുള്ളിൽ ഇല്ല എന്ന് കൺഫേം ചെയ്തു. അവരെ മിസ്സായിരിക്കുകയാണെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളുടെ ടൂറിസ്റ്റ് കമ്പനി ഓണറില്ലേ, അദ്ദേഹത്തോടും ഇൻഫോം ചെയ്യുക എന്ന് പറയുന്നു. ശരി സാർ, നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്യുക, ഞാൻ ടൂറിസ്റ്റ് കമ്പനി ഓണറെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജയ് കോൾ ചെയ്ത് ഇൻഫർമേഷൻ പറയുന്നു. തങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ടൂർ വന്ന ശൈലി എന്ന പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നു എന്നറിയുന്നു. ഉടൻ പോലീസ് ടീം ആ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ശൈലി താമസിച്ചിരുന്ന ആ റൂം തുറക്കാൻ പറയുന്നു. തുറന്ന് ആ റൂം പരിശോധിക്കുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ആ റൂം പരിശോധിക്കുമ്പോൾ അവിടെ രക്തക്കറ ഉള്ളത് ശ്രദ്ധിക്കുന്നു. മറുവശത്ത് നമ്മുടെ ജയ് ഇസബെല്ലയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ശൈലി റൂമിനുള്ളിൽ പോയത് നീ കണ്ടോ എന്ന്. അപ്പോൾ ഇസബെല്ല അവിടെ ഇരിക്കുന്ന ആ വയസ്സായ ആളെ നോക്കിയിട്ട് നമ്മുടെ ജയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നു. ഈ ശൈലിയെ ശല്യം ചെയ്തിരുന്ന ആ വയസ്സായ ആളെയാണ് ഇസബെല്ല സംശയിക്കുന്നത്. അവിടെ കട്ട് ചെയ്യുമ്പോൾ പോലീസുകാർ ഈ ശൈലിയുടെ റൂമിലുള്ള കബോർഡ് തുറക്കുന്നു. നോക്കിയാൽ ഒരുപാട് ഡ്രസ്സ് ഇരിക്കുന്നു. പക്ഷെ ആ റൂമിനുള്ളിൽ ഒരേ ഒരു ചെറിയ സൂട്ട് കേസ് മാത്രമാണ് ഉള്ളത്. ഈ ചെറിയ സൂട്ട് കേസിൽ ഇത്രയും തുണികൾ കൊണ്ടുവരാൻ സാധ്യതയില്ല. ഇന്നലെ രാത്രി ഈ റൂമിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർ സംശയിക്കുന്നു. വെളിയിൽ വന്ന ഇൻസ്പെക്ടർ അവിടുത്തെ CCTV ക്യാമറ ശ്രദ്ധിക്കുന്നു. ഫുട്ടേജുകൾ കാണണമെന്ന് പറയുമ്പോൾ ഹോട്ടൽ മാനേജർ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ ഈ ടൂറിസ്റ്റ് കമ്പനിയുടെ ഓണർ ആ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ജയ്യോട് എന്ത് നടന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതുവരെ ആ ശൈലി എന്ന പെൺകുട്ടി എവിടെ പോയി, എന്തു പറ്റി എന്നറിയില്ല. ഈ കേസിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വയസ്സായ ആളെ നമ്മുടെ ജയ് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പോലീസുകാർ ആ CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുന്നു. രാത്രി ഫുൾ ബോധമില്ലാതെ ശൈലി തട്ടിത്തടഞ്ഞ് തന്റെ റൂമിനുള്ളിൽ കയറിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മറ്റെന്തോ ഒരു കാര്യം പതിഞ്ഞിട്ടുണ്ട്. അത് കണ്ട് പോലീസുകാർക്ക് നല്ല ദേഷ്യം വരുന്നു. മറ്റൊരു വശത്ത് ഒരു പോലീസ് ഓഫീസർ ആരും പുറത്തു പോരുത് എന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഈ ട്രിപ്പിൽ ശൈലിയുമായി ക്ലോസ് ആയിരുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല കൈ പൊക്കുന്നു. ഞാനാണ് ക്ലോസ് ആയിരുന്നത് എന്ന്. ശൈലി ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു. ആ പയ്യനുമായി എന്തോ പ്രശ്നമായി. ആ പ്രശ്നം വെച്ച് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. അങ്ങനെ അവൾ വളരെ ഡിപ്രഷനിലായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ട്രിപ്പ് തിരഞ്ഞെടുത്തത് എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ശൈലിയുടെ ബോയ്ഫ്രണ്ടിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നത് യാഷ് എന്നാണെന്ന് തോന്നുന്നു എന്ന് ഇസബെല്ല പറയുന്നു. നിങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല ലണ്ടൻ എന്ന് പറയുന്നു. ഇൻസ്പെക്ടർ അകത്തേക്ക് വരുന്നു. ഈ ശൈലിയുടെ വിഷയത്തിൽ ഒരു ലീഡ് കിട്ടുന്നത് വരെ ആരും ഇവിടെ നിന്ന് പോരുത് എന്ന് പറഞ്ഞിട്ട് ഈ ട്രാവൽ കമ്പനി ഓണറെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. ഈ ട്രാവൽ കമ്പനി ഓണർ പറയുന്നുണ്ട്, ഇതുവരെ എന്റെ കമ്പനിയിൽ ഇതുപോലൊന്നും നടന്നിട്ടില്ല എന്ന്. ഇൻസ്പെക്ടർ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ ജയ്യും ഇസബെല്ലയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നിച്ചിരിക്കുന്നു. ഈ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഒരു മെമ്മറബിൾ ഡേ ആകുമെന്ന് വിചാരിച്ചപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഈ ട്രിപ്പ് തന്നെ തലകീഴായി മറഞ്ഞു എന്ന് ഇസബെല്ല പറയുന്നു. ഇസബെല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജയ് ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ജയ് പറയും.
നിനക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നത് ഒരുമാതിരി തോന്നില്ലേ, നമുക്ക് വെളിയിൽ പോയിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പോകും എന്ന് ചോദിക്കുന്നു. അതിന് എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടൻ ഇസബെല്ല തൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയും മീറ്റ് ചെയ്ത് എനിക്ക് കാർ വേണം എന്ന് ചോദിക്കുന്നു. അവരും കാറിൻ്റെ കീ കൊടുക്കുന്നു. ആ കാർ കീ ജയുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വെളിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു. പോലീസുകാർ ആ CCTV ഫൂട്ടേജിൽ ഷൈലി റൂമിൽ പോയതിനു ശേഷം വേറെ എന്തോ ഒരു കാര്യം കണ്ട് ഷോക്കായി എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് മറ്റൊന്നുമല്ല, ആ വയസ്സായ ആൾ ഷൈലിയുടെ റൂമിന് മുന്നിൽ നിന്ന് അസഭ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് CCTV ക്യാമറയിൽ റെക്കോർഡായിരുന്നു. പോലീസുകാർ ആ വയസ്സാളെ കൂട്ടിക്കൊണ്ടുപോയി ഇതിനെന്താണ് അർത്ഥം, എന്ത് ചെയ്യുകയായിരുന്നു നീ എന്ന് ചോദിച്ച് വിരട്ടുന്നു. സാർ, ഞാൻ കുടിച്ചിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ വയസ്സായാൾ പറയുന്നു. അത് മാത്രമല്ല, ഷൈലിയോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും ഷൈലി എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടാണ് പെരുമാറിയത് എന്ന് പറയുന്നു. ഓ, അവൾ നിന്നോട് ദേഷ്യപ്പെട്ട് പെരുമാറി എന്നതുകൊണ്ട് അവൾ എപ്പോഴാണ് തനിച്ചാകുന്നതെന്ന് നോക്കി അവളെ തട്ടിക്കൊണ്ടുപോയി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല സാർ, എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 പെൺകുട്ടികളുണ്ട് എന്ന് പറയുന്നു. നീ എങ്ങനെയാണ് ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഈ വയസ്സായ ആൾ പറയുന്നത് ഇയാൾ ബിസിനസ് ട്രിപ്പിനായി ഈ നാട്ടിൽ വന്നതാണ്. കറക്റ്റായി വീക്കെൻഡായി. ശരി, വീക്കെൻഡ് ഇവരുടെ കൂടെ ടൂർ പോയിട്ട് വരാമെന്ന് കരുതി ഈ ഗ്രൂപ്പ് ടൂറിൽ ജോയിൻ ചെയ്തതാണ് എന്ന് പറയുന്നു. ഇപ്പോൾ സ്റ്റേഷനിലുള്ള പോലീസ് ഓഫീസർ ഇൻസ്പെക്ടറിനോട് സാർ ഒരു നിമിഷം ഇങ്ങോട്ടേക്ക് വാ എന്ന് വിളിക്കുന്നു. പോയി മോണിറ്റർ ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടുത്തെ പോലീസ് ഓഫീസർ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഷൈലിയുടെ റൂമിന് നേരെ ഓപ്പോസിറ്റുള്ള CCTV ക്യാമറയിൽ ഒരു 40 മിനിറ്റ് ഫൂട്ടേജ് മിസ്സാവുന്നു. അതായത് പുലർച്ചെ 3:10 മണി വരെ CCTV ക്യാമറ കറക്റ്റായി റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നു. ആ 3:10 ശേഷം പെട്ടെന്നാണ് 3:52 മുതൽ റെക്കോർഡാകാൻ തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലുള്ള 40 മിനിറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് എന്ന് ആ ഓഫീസർ കണ്ടുപിടിക്കുന്നു. അതിനിടയിലുള്ള സമയത്ത് വേറെ CCTV ക്യാമറകളിൽ എന്തെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് കരുതി ആ ഹോട്ടലിലെ മൾട്ടിപ്പിൾ CCTV ക്യാമറകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പടിക്കെട്ടുകളിലൂടെ ഒരാൾ ഒരു വലിയ ലഗേജ് വലിക്കാൻ പാടുപെട്ട് കൊണ്ടുപോകുന്നത് പോലെ റെക്കോർഡ് ആയിട്ടുണ്ട്. ആ വ്യക്തി ആരാണെന്ന് പോലീസിന് മനസ്സിലായില്ല. പക്ഷേ അവിടെ ആ ട്രാവൽ കമ്പനിയുടെ ഓണർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ച ഒരു നിമിഷം ഈ ഫൂട്ടേജ് നോക്കൂ, ഈ ഫൂട്ടേജിൽ ബാഗ് വലിച്ചുകൊണ്ട് പോകുന്നു, ഇയാളുടെ ഐഡന്റിറ്റി മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുന്നു. ആ ട്രാവൽ കമ്പനി ഓണർ ആടാ ഇതെന്റെ മാനേജർ, പേര് മസൂദ് എന്ന് പറയുന്നു. മസൂദ് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് രാവിലെ സംശയം തോന്നിയില്ലേ? രാവിലെ ഷൈലി ബസ്സിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മസൂദ് വിയർത്തൊഴുകി പതർച്ചയോടെ ഇരുന്നത് അപ്പോഴേ നമുക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം ഇവിടെ ഉറപ്പാക്കുന്നു. ഇയാൾ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജെയും ഇസബെല്ലയും ഒരു ബാറിൽ വന്നിരിക്കുന്നു. ഇസബെല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജയ് ഒന്നും സംസാരിക്കുന്നില്ല. നിനക്ക് എന്താണ് പ്രശ്നം, എന്താ ഒരുമാതിരി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ജയ് പറയുന്നത് സത്യത്തിൽ രാവിലെ ഷൈലിയെ കാണാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരയാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഫ്രണ്ട് മസൂദിനെയും കാണാനില്ല. അവൻ എവിടെ പോയി, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും അവൻ ഹോട്ടലിലില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജയ് പറയുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ ട്രാവൽ കമ്പനി ഓണറോട് ഇന്ന് മസൂദിന് വേറെ എന്തെങ്കിലും ഡ്യൂട്ടി കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിരുന്നല്ലോ എന്ന് പറയുന്നു. ഇന്ന് ഞങ്ങൾ ഹോട്ടലിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മസൂദിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പോലീസുകാർ പറയുന്നു. ട്രാവൽ കമ്പനി ഓണർ പറയുന്നു ഞങ്ങളുടെ വണ്ടി തന്നെയാവും എടുത്തുകൊണ്ട് പോയത്, എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചു പറയാം എന്ന് പറയുന്നു. വേഗം പറയണമെന്ന് പോലീസും പറയുന്നുണ്ട്. മറുവശത്ത് ബാറിൽ പോയ നമ്മുടെ ജെയും ഇസബെല്ലയും മടങ്ങാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ട്രാവൽ കമ്പനി ഉപയോഗിക്കുന്ന വെഹിക്കിൾ നമ്പറുകൾ പോലീസ് ചെക്ക് പോസ്റ്റുകളിൽ എല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്പർ ആരെങ്കിലും ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ ഉടൻ നിർത്തണമെന്ന്. ഉടൻ ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മസൂദ് ഒരു ടൂറിസ്റ്റ് വണ്ടിയുമായി അവിടേക്ക് വരുന്നു. പോലീസുകാർ ചെക്ക് ചെയ്യുന്നു. ഇതറിഞ്ഞ ഉടൻ വണ്ടി റിവേഴ്സ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. പോലീസുകാർ ഇത് കണ്ടു. ഉടൻ വണ്ടിയെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുന്നു. ഭയങ്കരമായ ചേസ് നടക്കുന്നുണ്ട്. കറക്റ്റായി ഇൻസ്പെക്ടറും സ്പോട്ടിലെത്തുന്നു. ഈ മസൂദിനെ കൈയോടെ പിടിക്കുന്നു. ഇപ്പോൾ പോലീസ് വണ്ടിക്കുള്ളിൽ മസൂദ് ഇരിക്കുകയാണ്. സാർ ഞാൻ ഒരൊറ്റ കോൾ ചെയ്തോട്ടെ എന്ന് ഇൻസ്പെക്ടറോട് കെഞ്ചുന്നുണ്ട്. അവിടെ കട്ട് ചെയ്യുമ്പോൾ ജെയും ഇസബെല്ലയും രാത്രി കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇസബെല്ല ജെയുടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ സ്റ്റിയറിംഗ് തിരിക്കുന്നു. ആ വഴിക്ക് പോയിരുന്ന ആരൊരാളെ ഇയാൾ ഇടിക്കുന്നു. ഇടിച്ച വേഗത്തിൽ ആ വ്യക്തി അവിടെയുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു. അപ്പോൾ ഇസബെല്ല വണ്ടി നിർത്താൻ ആൾക്ക് എന്തു പറ്റിയെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാൻ നമ്മൾ രണ്ടുപേരും കുടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അവിടെ പോയി നിന്നാൽ ആവശ്യമില്ലാത്ത പ്രശ്നം വരും. ആരും കണ്ടില്ല, വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ഉടൻ ജയ് വളരെ വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായ മസൂദ് ഇതിനെല്ലാം കാരണം ജയ് ആണ്. അതുകൊണ്ട് എനിക്ക് ജയ്യോട് സംസാരിക്കണം എന്ന് പറയുന്നു. ആ ടൂറിസ്റ്റ് ഗൈഡായിട്ടുള്ള അവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് മസൂദ് പറയുന്നു. ഇപ്പോൾ ഷൈലിയുടെ പാരന്റ്സ് ഡൽഹിയിലാണോ ഉള്ളതെന്ന് അറിഞ്ഞ പോലീസുകാർ ഉടൻ ഷൈലിയുടെ പാരന്റ്സിനെ സ്റ്റേഷനിലേക്ക് വരുത്തി ഷൈലിയെക്കുറിച്ച് വിചാരണ ആരംഭിക്കുന്നു. ഷൈലി കുറച്ച് ആഴ്ചകളായി വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ ട്രിപ്പിൽ പങ്കെടുത്തത് എന്ന് പറയുന്നു. അവൾക്ക് എന്താ പ്രോബ്ലം, എന്തിനാണ് ഡിസ്റ്റർബ് ആയിരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. ജനറലായി ഞങ്ങൾ ഷൈലിയുടെ പേഴ്സണൽ വിഷയങ്ങളിൽ തലയിടാറില്ല, അവൾ ഞങ്ങളോടൊന്നും ഷെയർ ചെയ്യാറുമില്ല എന്ന് പാരന്റ്സ് പറയുന്നു. ഷൈലിയുടെ പാരന്റ്സിന് സ്വന്തം മകളെ കുറിച്ച് പോലും ഒന്നും അറിയില്ല. ഷൈലിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യനുമായി എപ്പോഴും ഫോണിൽ വഴക്കിടുന്നത് മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നു. ആ പയ്യൻ ആരാണ്, ബോയ് ഫ്രണ്ട് ആണോ അതോ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് കറക്റ്റായി അറിയില്ല, പക്ഷെ ആ പയ്യന്റെ പേര് യാഷ് എന്നാണെന്ന് അവർ പറയുന്നു.
ശരി, ശൈലി എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ IT കമ്പനി എന്ന് പറയുന്നു. കമ്പനിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല എന്ന് പറയുന്നു. എന്താണത് ഈ പാരന്റ്സ് ഇങ്ങനെ എന്ന് ഇൻസ്പെക്ടർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ശൈലിയുടെ അമ്മ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ശൈലി ഞങ്ങളോട് നോർമലായി സംസാരിക്കാറില്ല, എന്തെങ്കിലും ചോദിച്ചാൽ വഴക്കിന് വരും. അത് മാത്രമല്ല, ശൈലി ഒരു ജോലിയിലും സ്ഥിരമായി നിന്നിട്ടില്ല, ചുമ്മാ ജോലി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാത്തത് എന്ന് പറയുന്നു. ശരി, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ശൈലിയുടെ പാരന്റ്സിനെ അയക്കുന്നു. ഇന്നലെ രാത്രി ജെയ്യും ഇസബെല്ലയും ഒന്നിച്ച് ഡ്രൈവ് ചെയ്ത് തിരിച്ച് അവരുടെ ഹോട്ടലിലേക്ക് തന്നെ വന്നു. അടുത്ത ദിവസം രാവിലെ ഇസബെല്ല കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ജെയ്യെ കാണാനില്ല. ജയ് എവിടെ പോയെന്ന് അറിയില്ല, പക്ഷെ ആ റൂമിനുള്ളിൽ അയാളുടെ ഒരു താക്കോൽ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ താക്കോൽ ഇസബെല്ല എടുത്തു വെക്കുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മസൂദിനെ ഇട്ട് പൊതിരെ തല്ലാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളെ പേടിച്ചോടിയത്, സത്യം പറയുമെന്ന് ചോദിക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം ഈ മസൂദ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇന്നലെ രാത്രി ഈ മസൂദ് ശൈലിയെ കാണാൻ പോയിരുന്നു. ഇയാൾ ശൈലിയെ കാണാൻ പോയ കാര്യം ആർക്കും അറിയില്ല. വൈകുന്നേരം ആ പാർട്ടി നടക്കുമ്പോൾ പറഞ്ഞിരുന്നില്ലേ ശൈലിയെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തനിച്ചു പോയി പാടി ഇംപ്രസ് ചെയ്യാമെന്ന് കരുതി ശൈലിയുടെ റൂമിനുള്ളിൽ കയറിയിരുന്നു. കുറച്ചു മുൻപ് ഞാൻ കുറച്ച് ഓവറായി പെരുമാറി, അതിന് മാപ്പ് ചോദിക്കാനാണ് വന്നത്. ഞാൻ അപ്പോഴേ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ ജയ് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ശരി, ഓക്കെ, കുഴപ്പമില്ല, നീ പൊക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഈ മസൂദ് എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രണയം വെളിപ്പെടുത്തുന്നു. എന്നാൽ ശൈലി ഈ മസൂദിനെ അസഭ്യം പറഞ്ഞ് വെളിയിൽ പോകൂ എന്ന് പറഞ്ഞ് വിരട്ടുന്നു. വെറും ഒരു ഡ്രൈവർ, നീയൊക്കെ എന്നോട് വന്ന് ലവ് യു പറയുന്നു എന്ന് ചോദിച്ച് ഈ മസൂദിനെയും മസൂദിന്റെ ഫാമിലിയെ കുറിച്ചും ഇവർ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മസൂദിന് നല്ല ദേഷ്യമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അയാൾ തിരിച്ചു ചോദ്യം ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് സംസാരിക്കുക, നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശൈലി കണ്ടമാനം ചീത്ത വാക്കുകൾ പറയുന്നു. ദേഷ്യം വന്ന മസൂദ് ഈ ശൈലിയെ അടിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാനല്ല വന്നത്, അതിന് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി വീണ്ടും ചീത്ത പറയുന്നു. ഓൾറെഡി കുടിച്ച് ബോധമില്ലാതെയാണ് ഇയാൾ ഇരിക്കുന്നത്. ഇവർ സംസാരിക്കുന്ന സംസാരം ഇയാളുടെ ഈഗോയെ ഭയങ്കരമായി ട്രിഗർ ചെയ്യുന്നു. ഈ ശൈലിയെ പിടിച്ച് അടിച്ച് ഇടിക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം കഴുത്ത് ഞെരിക്കുന്നു. ശൈലി മരിച്ചു പോവാണ്. അതിനുശേഷം അവിടെ ഇരുന്ന് കരയാണ്. എടുത്തു ചാടി ഒരു കൊലപാതകം ചെയ്തു പോയല്ലോ എന്ന്. അതിനുശേഷം ശൈലിയുടെ റൂം ഡോർ എല്ലാം ലോക്ക് ചെയ്ത് അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നു. ശൈലിയുടെ റൂമിനുള്ളിൽ ഒരു വലിയ സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ആ സൂട്ട് കേസിനുള്ളിൽ ശൈലിയുടെ ഡെഡ് ബോഡി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ശൈലിയുടെ ബാഗിൽ നിറയെ ഡ്രസ്സാണ്. ആ ഡ്രസ്സെല്ലാം എടുത്ത് കബോർഡിൽ വെച്ചിട്ട് ശൈലിയുടെ ഡെഡ് ബോഡി തൂക്കി ആ സൂട്ട് കേസിൽ വെച്ച് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഈ കഥ കേട്ട ഇൻസ്പെക്ടർ മസൂദിന്റെ മുറിവേറ്റ കാലിൽ ചവിട്ടുന്നു. ഇയാൾ ഭയങ്കരമായി നിലവിളിക്കുന്നുണ്ട്. സാർ, ഞാൻ കൊല്ലുമെന്ന് കരുതി കൊന്നതല്ല, ആക്സിഡന്റലി ആണ് ഈ കൊലപാതകം നടന്നത്, ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയി എന്ന് പറയുന്നു. എല്ലാത്തിനും കാരണം ജയ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ കഥയിൽ എവിടെ നിന്നാണ് ജയ് വന്നത് എന്ന് ചോദിക്കുന്നു. വീണ്ടും ഈ മസൂദ് കഥ പറയാൻ തുടങ്ങുന്നു. മസൂദ് സൂട്ട് കേസിനുള്ളിൽ ഈ ശൈലിയുടെ ഡെഡ് ബോഡി വെച്ച് വലിച്ചുകൊണ്ടുവരുന്നത് നമ്മുടെ ജയ് കണ്ടു. നട്ടപാതിരയ്ക്ക് ഇസബെല്ലയുമായി ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇയാൾ സൂട്ട് കേസിൽ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് ഇയാൾ കണ്ടു. എന്താടാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു. ശൈലിയുടെ ബോഡി കണ്ടിട്ട് എന്താടാ മണ്ടത്തരം കാണിക്കുന്നത്, ശൈലി ഉടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മസൂദുമായി തർക്കിക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം ജയ് മസൂദിനെ വിരട്ടി ഓടിച്ചിട്ട് ശൈലിയുടെ ബോഡി തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ ആരംഭിക്കുന്നു. കറക്റ്റായി ആ വഴിക്ക് വന്ന് ആ ചായക്കടക്കാരൻ അപ്പൂപ്പനില്ലേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, മുറിവ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് എന്ന് പറയുന്നു. ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ നിന്ന് പോയിരുന്നു. അതിനുശേഷം ഈ മസൂദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഹോട്ടലിലെ സെക്യൂരിറ്റിക്ക് പണം കൊടുത്ത CCTV ക്യാമറ കൺട്രോൾ റൂമിൽ കയറി ഇയാൾ ശൈലിയുടെ റൂമിൽ കയറിയത് മുതൽ ശൈലിയുടെ ഡെഡ് ബോഡി ആ സൂട്ട് കേസിൽ വെച്ച് വെളിയിൽ കൊണ്ടുവരുന്നത് വരെയുള്ള ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ആ 40 മിനിറ്റ് ഫൂട്ടേജ് കട്ടായിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ച പോലീസുകാർ വേറൊരു ആംഗിളിലുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്തത് വഴി ഇയാൾ പിടിക്കപ്പെട്ടു. ഈ ജയ് ശൈലിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചേർത്തിരുന്നെങ്കിൽ ഉറപ്പായും പോലീസിൽ റിപ്പോർട്ട് ആകുമായിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും റിപ്പോർട്ടായിട്ടില്ല. ഈ ജയ് എന്നവൻ ആരാണ്, ഈ ജയ് എങ്ങനെ ഈ കമ്പനിയിൽ വന്നു എന്ന് മസൂദിനോട് വിചാരണ ചെയ്യാൻ തുടങ്ങുന്നു. ഈ ജയ് ജയ്പൂരിൽ പുതിയതാണ് സാർ, അവനൊരു ബാംഗ്ലൂരുകാരനാണ്. ഇതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നതായി എന്നോട് പറഞ്ഞു. ഇപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം എന്ന് എന്നോട് സഹായം ചോദിച്ചു. അങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് ഗൈഡ് ജോലി ഞാൻ വാങ്ങിക്കൊടുത്തത് എന്ന് ഈ മസൂദ് പറയുന്നു. സത്യത്തിൽ ഈ ജയ് ഇപ്പോൾ മിസ്സിംഗ് ആണ്. മസൂദ് പോലീസിൽ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടൻ ജയ് എസ്കേപ്പ് ആയി. മസൂദ് ജയ്യെ കുറിച്ച് പല ഇൻഫോർമേഷനുകളും ഷെയർ ചെയ്തില്ലേ, അതെല്ലാം ഫേക്ക് ആണെന്ന് പുറത്തു വരുന്നു. ശരി, ഇതിനു മുമ്പ് ഏതോ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ഹോസ്പിറ്റലിന്റെ പേരെന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹിൽ വ്യൂ എന്നൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എന്ന് ഈ മസൂദ് പറയുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇസബെല്ല ഈ ജയ്യുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇവിടെയുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ജയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അയാളുടെ താക്കോൽ നമ്മുടെ ഇസബെല്ലയുടെ റൂമിനുള്ളായിരുന്നു. ആ താക്കോൽ എടുത്തിട്ട് അവൻ പറഞ്ഞ ലൊക്കേഷനിൽ പോയി നോക്കാമെന്ന് കരുതി അവിടേക്ക് ഇസബെല്ല പോകുന്നു. അവിടുത്തെ ആളുകളോടെല്ലാം വഴി ചോദിച്ച് എങ്ങനെയോ ഈ ജയ് താമസിച്ചിരുന്ന ആ റൂമിന്റെ അടുത്തേക്ക് എത്തുന്നു.
ഈ താക്കോല് സെറ്റ് ആകുമോ എന്ന് നോക്കിയപ്പോൾ പൂട്ട് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയ നമ്മുടെ ഇസബെല്ലയ്ക്ക് ആകെ ഷോക്കാവുന്നു. ആ റൂമിനുള്ളിലാണ് ഈ ശൈലിയുടെ ഡെഡ് ബോഡി ഇരിക്കുന്നത്. അടുത്ത് തന്നെ ഒരുപാട് കെമിക്കൽസ് വെച്ചിട്ടുണ്ട്. ഉടൻ ഇസബെല്ല ഈ വിഷയം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസുകാർ പരിശോധിച്ചതിൽ ആ കെമിക്കൽസ് എല്ലാം ഒരു ഡെഡ് ബോഡി അഴുകി പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ശൈലി മരിച്ചുപോയി. ശൈലിയെ കൊന്നത് മസൂദ് ആണെന്ന് കൺഫേം ആയി. പക്ഷെ ശൈലിയുടെ ഡെഡ് ബോഡി എന്തിനാണ് ജയ് ആ റൂമിനുള്ളിൽ കൊണ്ടുപോയി വച്ചത്? എന്തിനാണ് ഈ കെമിക്കൽസ് എല്ലാം അടുത്ത് വെച്ചത് എന്നൊരു ചോദ്യമായിരുന്നു. ജയുമായി ക്ലോസ് ആയിട്ടുള്ളത് രണ്ട് പേരാണ്. ഒന്ന് മസൂദ്, മറ്റൊന്ന് ഇസബെല്ല. മസൂദിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷൻ എല്ലാം കിട്ടി. അടുത്തത് ഇസബെല്ലയെ ഇരുത്തി വിചാരണ ആരംഭിക്കുന്നു. ഇസബെല്ല തന്നെ ഭയങ്കര ഷോക്കിലാണ് ഇരിക്കുന്നത്. കാരണം ഇസബെല്ല ജയ്യെ പ്രണയിച്ചിരുന്നു. ശരി, ജയ് നിങ്ങളുടെ കൂടെ പെരുമാറിയിരുന്നപ്പോൾ അവന്റെ സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എന്നവർ പറയുന്നു. ജയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, അതായത് പാർട്ടിയിൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ശൈലി നല്ല ദേഷ്യത്തിലായപ്പോൾ പോലും അത് മനസ്സിലാക്കി പ്രശ്നം വരാതെ ഈ ജയ് ആണ് വന്ന് തടഞ്ഞത്. അടുത്ത ദിവസം രാവിലെ ശൈലിയെ കാണാനില്ല എന്ന് അവനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് തിരയാൻ തുടങ്ങിയത് എന്ന് പറയുന്നു. പോലീസുകാർ ഈ മസൂദ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇസബെല്ലയോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആണ്, നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാകാം അല്ലേ എന്നൊരു ആംഗിൾ ഇസബെല്ലയോട് ചോദ്യം ചോദിക്കുന്നു. ഇസബെല്ല ടെൻഷൻ ആവുന്നു. ലണ്ടനിലേക്ക് പോകേണ്ട എന്നെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണോ സാർ നിങ്ങൾ? ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇസബെല്ല തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ കറക്റ്റായി അവിടുത്തെ കോൺസ്റ്റബിളിന് ഒരു ഫോൺ കോൾ വരുന്നു. ലേക്കിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് സാർ എന്ന് പറയുന്നു. അത് കേട്ടതും ഇസബെല്ല ഭയങ്കര ഷോക്കാവുന്നു. കാരണം ജയും ഇസബെല്ലയും കാറിൽ വരുമ്പോൾ ജയ് ഇടിച്ച് ആക്സിഡന്റ് ആക്കിയ വ്യക്തിയാണ് ലേക്കിൽ വീണ് മരിച്ചു കിടക്കുന്നത് എന്ന് ഇസബെല്ലയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ ക്രൈം സീനിലേക്ക് പോലീസുകാർ വരുന്നു. ആ ലേക്കിലുള്ള ഡെഡ് ബോഡി എടുക്കുന്നു. നോക്കിയാൽ മരിച്ചത് ഒരു വയസ്സായ ആളാണ്. അദ്ദേഹത്തെ കണ്ട ഉടനെ നമ്മുടെ ഇസബെല്ല ഐഡന്റിഫൈ ചെയ്യുന്നു. മരിച്ചത് വേറെ ആരുമല്ല, ആ ചായക്കടക്കാരൻ അപ്പൂപ്പനാണ് എന്ന്. അതിനുശേഷം ഇസബെല്ല ഇൻസ്പെക്ടറോട് പറയുന്നു, ഇന്നലെ രാത്രി കാറിൽ വരുമ്പോൾ ഞങ്ങൾ ഒരു ആക്സിഡന്റിൽ പെട്ടു. അപ്പോൾ ജയ് നമ്മൾ കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി നിർത്താതെ ഓടിച്ചുകൊണ്ട് വന്നു. ജയ് ഓടിച്ച കാറിൽ അടിപെട്ട് മരിച്ച ആളാണ് ഇയാൾ എന്ന് പറയുന്നു. മസൂദിന്റെ വേർഷനിൽ ഈ ചായക്കടക്കാരൻ വന്ന് ശൈലിയുടെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ജയ്യെ സഹായിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ചായക്കടക്കാരൻ ലേക്കിൽ വീണ് മരിച്ചു കിടക്കുന്നു. ഇത് ആക്സിഡന്റ് കാരണം ഇയാൾ മരിച്ചതായി തോന്നുന്നില്ല, എനിക്കെന്തോ പ്ലാൻ ചെയ്ത് ഇയാളെ കൊന്നതാണെന്ന് തോന്നുന്നു എന്ന് ഇൻസ്പെക്ടർ ആലോചിക്കുന്നു. ഇസബെല്ല പോലീസിനോട് ഒന്നും മറച്ചു വെച്ചില്ല, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയി പറഞ്ഞു. ഇപ്പോൾ ഇസബെല്ലയെ ഇൻസ്പെക്ടർ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ മറച്ചു വയ്ക്കുന്ന സത്യം പുറത്തു കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ചില ബോഡി ലാംഗ്വേജിൽ സംസാരിക്കും, അതുപോലെയാണ് നിങ്ങളോട് സംസാരിച്ചത്, സോറി എന്ന് പറയുന്നു. അതൊക്കെ സാർ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇസബെല്ല ഹോട്ടലിനുള്ളിലേക്ക് പോകുന്നു. ഇവർ ഹോട്ടലിനുള്ളിലേക്ക് കറക്റ്റായി എൻ്റർ ആകുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ആരുടെ കയ്യിൽ നിന്നാണെന്ന് വെച്ചാൽ ഈ ജയ്യുടെ കയ്യിൽ നിന്ന്. ഉടൻ ഇസബെല്ല ഇൻസ്പെക്ടർ ഫോൺ വിളിച്ച്, സാർ ജയ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കോൺഫറൻസ് കോൾ ഇടാം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ കോൾ ചെയ്ത് കോൺഫറൻസ് കോളിൽ ഇടുന്നു. ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ ഇസബെല്ല സംസാരിക്കാൻ ആരംഭിക്കുന്നു. ജയ് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന്. ഞാൻ ഡൽഹിയിലാണ്, ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ, നാട്ടിലേക്ക് പോവാണോ, എന്നെ കാണാതെ തന്നെ പോയാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നു. നീ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മസൂദിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, ഒരുപക്ഷെ എന്നെയും ഫ്രെയിം ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒളിവിൽ പോയതാണെന്ന് ജയ് പറയുന്നു. നിന്നെ എന്തിനാണ് ഇപ്പോൾ അവർ ഫ്രെയിം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ സത്യം പറയുന്നു. ഇന്നലെ രാത്രി ശൈലിയെ ഈ മസൂദ് അടിച്ചു കൊന്ന് സ്യൂട്ട് കേസിൽ വലിച്ചുകൊണ്ട് വരികയായിരുന്നു, അത് ഞാൻ കണ്ടു. ആ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഇയാളെ സഹായിച്ചിരുന്നു, അത് വെച്ച് എന്നെ ഫ്രെയിം ചെയ്യാൻ സാധ്യതയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒളിവിൽ പോയതാണെന്ന് പറയുന്നു. പോലീസ് എല്ലാ സ്ഥലത്തും തിരയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ളതായി പറയുന്നു. തുടക്കത്തിൽ ആ ഇസബെല്ല എങ്ങനെയാണോ ജയ്യോട് ഇൻട്രസ്റ്റ് കാണിച്ചത്, അതുപോലെ ജയ്ക്ക് ഇപ്പോൾ ഇസബെല്ലയോട് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒരൊറ്റ തവണ മീറ്റ് ചെയ്യുക, നമുക്ക് ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ അവിടേക്ക് വരാനാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരൊറ്റ തവണ എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ശരി, ഞാൻ വരാമെന്ന് ഇസബെല്ല പറയുന്നുണ്ട്. ഇതെല്ലാം കോൺഫറൻസ് കോളിലൂടെ ഒളിച്ചു കേട്ടുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ, നീ ആ സ്ഥലത്തേക്ക് പോ, പിന്നാലെ ഞങ്ങളും വരാം എന്ന് പറയുന്നു. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ഈ കേസ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ജയ് എന്നവനെ പിടിക്കാൻ വേണ്ടി അവന്റെ ഗേൾഫ്രണ്ട് ആയ ഇസബെല്ലയെ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സാർ. അവനെ പിടിക്കാൻ ഞങ്ങൾ വേറൊരു നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്, നിങ്ങളുടെ പെർമിഷൻ ഞങ്ങൾക്ക് വേണം എന്ന് ചോദിക്കുമ്പോൾ പ്രോപ്പറായി റിസർച്ച് ചെയ്ത് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്ത് കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുക്കുന്നു. ഈ ഇൻസ്പെക്ടർ ആ നാട്ടിലെ ലോക്കൽ പോലീസിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു സഹായം ചോദിക്കാൻ. ഈ ജയ്യുടെ ഫോട്ടോ കാണിച്ച ഇയാളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഇവന്റെ പേര് ജയ് എന്നല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് പറയുന്നു. അവന്റെ പേര് മാലിക് എന്നാണ്. ഇവനെക്കുറിച്ച് പോലീസുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞങ്ങളൊരു മിസ്സിംഗ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ റൂമിനുള്ളിൽ ആ ഡെഡ് ബോഡി കിട്ടി, ഇവനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറോട് മാലിക് ഇസ് ബാക്ക് സർ എന്ന് പറയുന്നു. മാലിക് ഇസ് ബാക്ക് എന്ന് വെച്ചാൽ അവൻ ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനെക്കുറിച്ച് നിങ്ങൾ മുഴുവനായി അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അയക്കുന്നു. ആ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഡോക്ടർ ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും പറയുന്നു.
ഈ ജയ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ തുടക്കകാലത്ത് ജോലി ചെയ്തിരുന്നു. ഇവൻ മോർച്ചറിക്കുള്ളിൽ നിന്ന് വളരെ ഭയത്തോടെയും പതർച്ചയോടെയും ഇടയ്ക്കിടെ വെളിയിൽ വരുന്നത് ഈ ഡോക്ടർ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം ഒരു ഫീമെയിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ആ ഫീമെയിൽ ബോഡിയിൽ സെമൻ സാമ്പിൾസ് കിട്ടിയിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടിയാണ്. ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ ഒരു സെമൻ സാമ്പിൾ കിട്ടും എന്നവർ ആലോചിക്കുന്നു. ഒരുപക്ഷെ അവൾ റേപ്പ് വിക്ടിം ആയിരുന്നു എന്ന് കരുതി ആ പെൺകുട്ടിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ റോഡ് ആക്സിഡന്റിലാണ് മരിച്ചത് എന്നറിയുന്നു. ഇത്രയും നാൾ ആ മോർച്ചറിക്കുള്ളിൽ ക്യാമറ ഇല്ലായിരുന്നു. ഇതിനുശേഷം എന്ത് നടക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഈ ഡോക്ടർ ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴാണ് ഇയാൾക്ക് ഞെട്ടിക്കുന്ന ഒരു ഫൂട്ടേജ് കിട്ടിയത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ജയ് മോർച്ചറിക്കുള്ളിൽ പോയിട്ട് മരിച്ചു കിടക്കുന്ന ശവങ്ങളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന്റെ പേര് നെക്രോഫൈൽ എന്ന് ഡോക്ടർ പറയുന്നു. ഈ രോഗം ബാധിച്ചവർക്ക് നോർമലായ സ്ത്രീകളെ കണ്ടാൽ ഒരു ആകർഷണവും തോന്നില്ല. ഡെഡ് ബോഡികളെ കണ്ടാൽ മാത്രമാണ് ബന്ധത്തിൽ ഏർപ്പെടണം എന്നൊരു ചിന്ത തോന്നുകയുള്ളൂ. ഇയാൾ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിലെ ജോലി വിട്ടിട്ട് വേറൊരു നാട്ടിൽ വേറൊരു പേരിൽ വന്നിരിക്കുന്നത് എന്നറിയുന്നു. ഇവന്റെ ഫാമിലി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ അച്ഛൻ മാത്രം ജീവിച്ചിരിപ്പുണ്ട് എന്ന ഡീറ്റെയിൽ ആ ഡോക്ടർ കൊടുക്കുന്നു. ഈ കേസ് കുറച്ച് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഇത് വളരെ റെയർ ആയ സെൻസിറ്റീവ് ആയ ഒരു ഡിസീസ് ആണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ജയുടെ അച്ഛൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് പോയി സംസാരിക്കുമ്പോഴാണ് മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ജയുടെ അച്ഛൻ മരിച്ചവരെ ദഹിപ്പിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ വയസ്സിൽ തന്നെ ഇവന് ഈ രോഗം വന്നിരുന്നു. ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇയാൾ ആ ഡെഡ് ബോഡിയെ തനിച്ചു കൊണ്ടുപോയി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് നാട്ടുകാർ കണ്ട് വലിയ പ്രശ്നമായിരുന്നു. അതിനുശേഷം നാട്ടുകാർ എല്ലാവരും ഒത്തുചേർന്ന് ഈ കുടുംബത്തെ ഭയങ്കരമായി ഒറ്റപ്പെടുത്തിയിരുന്നു. എന്റെ മകൻ നന്നായി വരുമെന്ന പ്രതീക്ഷയിൽ അവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിച്ചു. നന്നായി പഠിപ്പിച്ചു. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എത്ര അടിച്ചാലും തല്ലിയാലും അവൻ തിരുത്തിയിരുന്നില്ല. നാട്ടുകാരെല്ലാവരും ഞങ്ങളെ വളരെ മോശമായി പറഞ്ഞു എന്ന് ജയയുടെ അച്ഛൻ പറയുന്നു. അതിനുശേഷം അവൻ എവിടെ പോയി, എന്തു പറ്റി എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നു. ഇപ്പോൾ ഈ ഇൻസ്പെക്ടർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ ഇസബെല്ലയോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇസബെല്ലയെ വെച്ച് തന്നെ അവനെ പിടിക്കണം എന്ന് കരുതി ഇസബെല്ലയെ മീറ്റ് ചെയ്യാൻ വരുന്നു. ഇസബെല്ലയോട് എല്ലാ സത്യങ്ങളും പറയുന്നു. അവൻ ഈ ഒരു പെർട്ടിക്കുലർ രോഗം ബാധിച്ചവനാണ്. ഈ മസൂദ് ഒരു കൊലപാതകം ചെയ്തു. ഷൈലിയുടെ ഡെഡ് ബോഡി കണ്ട ഉടനെ അവൻ ആഗ്രഹം വന്നു. ആ ഡെഡ് ബോഡി അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്ന് കള്ളം പറഞ്ഞ് തൂക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ ആ ചായക്കടക്കാരൻ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നു. അദ്ദേഹത്തിന് ഈ സത്യം മനസ്സിലാകുമോ എന്ന് പേടിച്ച് ഇവൻ പ്ലാൻ ചെയ്ത് തന്നെ ആ ചായക്കടക്കാരനെ കൊന്നതാണ്. നിന്നെ വെച്ചാണ് അവനെ പിടിക്കാൻ പോകുന്നത്. നീ ഞങ്ങളുമായി കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നു. നമ്മുടെ ഇസബെല്ലയും ശരിയെന്ന് സമ്മതിക്കുന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞ ഇസബെല്ല ഈ ജയ്യെ മീറ്റ് ചെയ്യാൻ വരാം എന്ന് പറഞ്ഞ് ജയ് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ ജയ് ഇസബെല്ലയെ ഒരു ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഫാം ഹൗസിന് കുറച്ച് മുൻപായി പോലീസുകാരെല്ലാവരും നിൽക്കുന്നു. ഇസബെല്ലയുടെ ഫോൺ ഇൻസ്പെക്ടറുമായി കണക്റ്റഡ് ആണ്. ഇവർ ഫോണിൽ സംസാരിക്കുന്നത് അവർ കേട്ടുകൊണ്ടിരുന്നു. ഇസബെല്ല സേഫ് ആണ് എന്നിവർ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. ആ ഫാം ഹൗസിൽ പോയ ഉടനെ ഈ ജയ് ഇസബെല്ലയോട് ഞാനൊരു സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് തനിക്കുള്ള രോഗത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയി പറയുന്നു. അതുമാത്രമല്ല, ഈ ശൈലിയുടെ ഡെഡ് ബോഡി സേഫായി വെക്കണം എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ കൊണ്ടുപോയി വച്ചത്, അല്ലാതെ ഞാൻ ആ ശൈലിയുടെ ഡെഡ് ബോഡിയുമായി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇസബെല്ലയോട് ഇയാൾ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇസബെല്ല ഒരു ലണ്ടൻകാരിയാണ്. ഇസബെല്ലയെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് വഴി ലണ്ടനിലേക്ക് ഇസബെല്ലയുടെ കൂടെ ഇയാൾക്ക് പോവാം. ലണ്ടനിൽ പോയി സെറ്റിൽ ആകാം എന്നൊരു പ്ലാനിലാണ് ഇസബെല്ലയോട് പ്രണയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ഇസബെല്ലയോട് ഇയാൾ കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, റേപ്പ് ചെയ്തിട്ടുമില്ല. പക്ഷേ പോലീസുകാർ എന്നെ പിടിച്ചാൽ എന്നെ ഫ്രെയിം ചെയ്യും, എന്നെ വിടില്ല എന്നൊക്കെ ഇയാൾ കരയുന്നു. ഇസബെല്ലയും സമാധാനിപ്പിക്കുന്ന പോലെ അഭിനയിക്കുന്നു. ഇത് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നു. ഇസബെല്ലയെ ഹഗ് ചെയ്യുമ്പോൾ ഇസബെല്ലയുടെ ഫോൺ ഈ ജയ് കാണുന്നു. ഇൻസ്പെക്ടറുമായി കോണ്ടാക്റ്റിലാണെന്ന് പുറത്തു വരുന്നു. ഉടനെ ഈ ജയ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻസ്പെക്ടറുടെ ഫോൺ കട്ട് ചെയ്ത് ഇവിടെ എല്ലാം നോർമൽ ആയാണ് പോകുന്നത്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അവിടെയുള്ള ഇൻസ്പെക്ടർക്ക് ജയ് ആണ് മെസ്സേജ് അയച്ചതെന്ന് അറിയില്ല. ഇസബെല്ലയാണ് മെസ്സേജ് അയച്ചത് എന്ന് കരുതി ഇസബെല്ലയുടെ കോളിനായി അവർ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ ഈ ജയ് ഇസബെല്ലയെ ഇപ്പോൾ ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കുന്നു. ഇതുകൊണ്ടാണ് ജീവനുള്ളവരെ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ജീവനുള്ളവർ ഒരിക്കലും സത്യസന്ധരായിരിക്കില്ല, ചതിക്കും. അവസാനം നീ ഇങ്ങനെ ചെയ്തല്ലോ, നിന്നെയും കൊന്ന് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇസബെല്ലയെ കൊന്നുകളയുന്നു. നമ്മൾ രണ്ടുപേർക്കും ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇസബെല്ലയും തന്നെയും കല്യാണ വേഷത്തിൽ തയ്യാറാക്കുന്നു. ഒരുപാട് നേരമായി ഇവർ വെളിയിൽ കാത്തു നിൽക്കാണ്. അപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറോട് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല സർ, അവന് ജീവനുള്ളവരെ ഇഷ്ടമല്ലല്ലോ, ഡെഡ് ബോഡികളെ മാത്രമല്ലേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഇസബെല്ല സേഫ് ആയിരിക്കും എന്ന് പറയുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർക്ക് സ്ട്രൈക്ക് ആവുന്നു. ജീവനുള്ളവരെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇസബെല്ലയെ കൊന്നിരിക്കുമോ, അതുകൊണ്ടാണ് ഇസബെല്ലയുടെ കയ്യിൽ നിന്ന് കോൾ വരാത്തത് എന്ന് കരുതി അടിച്ചു പിടിച്ച് എല്ലാവരും ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നു. പോലീസുകാർ ഉള്ളിൽ വരുന്നത് കണ്ട ഉടനെ ഈ ജയ് കത്തിയെടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉടൻ പോലീസുകാർ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ജയുടെ ശരീരത്തിൽ ബുള്ളറ്റ് തളച്ചു കയറി നേരെ ഇസബെല്ലയുടെ അടുത്ത് പോയി വീഴുന്നു. ഇവർ രണ്ടുപേരും മരിക്കുകയാണ്. ഇൻസ്പെക്ടർ അവിടെ നിന്ന് ആലോചിക്കുന്നത് പോലെ കാണിച്ച് ഈ സിനിമ കംപ്ലീറ്റ് ആവുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം ജീവനോടെ പിടിക്കാൻ കഴിയാതെ പോകുന്നു. ഇസബെല്ലയുടെ ജീവനും പോകുന്നുണ്ട്. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ?
സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കണ്ട. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.